ഈ ക്രിയേറ്റ് ചെയ്ത എല്ലാ ഇൻകത്തിന്റെ പ്രത്യേകത എന്താ? നമുക്കതിനെ ലീഗലി നമുക്കതിന് ഉപയോഗിക്കാനുള്ള പ്രൊവിഷൻസ് ഇല്ല. അതെല്ലാം എന്താണ്? ഇല്ലീഗൽ മണിയാണ്. കറക്റ്റ് ആണോ? അല്ലെങ്കിൽ ബ്ലാക്ക് മണിയാണ്. ഈ ബ്ലാക്ക് മണി അല്ലെങ്കിൽ ഇല്ലീഗൽ മണീനെ ലീഗൽ മണിയാക്കി ക്രിമിനൽസ് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മണി ലോണ്ടറിങ്. ഒരു എക്സാമ്പിൾ പറയാണ്. ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നോക്കിയേ. ഒരു ഡ്രഗ് ഡീലർ ഒരു ബുക്ക് സ്റ്റോർ റൺ ചെയ്യാണ്. ഓക്കെ അല്ലേ? ഒരു ഡ്രഗ് ഡീലർ ഒരു ബുക്ക് സ്റ്റോർ റൺ ചെയ്യാണ്. ആ ബുക്ക് സ്റ്റോറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ കാര്യമായിട്ട് വലിയ ട്രാൻസാക്ഷൻ ഒന്നും നടക്കുന്നുണ്ടാവുന്നില്ല. എന്ന് വെച്ചാൽ ബുക്ക് കാര്യമായിട്ട് സെല്ല് ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ അയാൾ ഓരോ വർഷം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ കാണിക്കുകയാണ് ഈ ബുക്ക് സ്റ്റോർ നല്ല പ്രോഫിറ്റിലാണ് റൺ ചെയ്യുന്നത്, എനിക്ക് ഓരോ വർഷം ഇത്രത്തോളം എന്തുണ്ട്, അതിൽ നിന്ന് ഇൻകം ഉണ്ട്. ആ ഇൻകത്തിന് അയാൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യും? ടാക്സ് അടയ്ക്കും. അപ്പൊ അയാളുടെ ഇൻകം എന്ന് പറയുന്നത് എന്തായിരിക്കും? ആക്ച്വലി ബുക്ക് സ്റ്റോറിലെ ആക്ടിവിറ്റീസിൽ നിന്ന് കിട്ടുന്നതാണോ? അല്ല. അയാൾ ഇല്ലീഗൽ ആക്ടിവിറ്റി നടത്തി അതിൽ നിന്ന് കിട്ടുന്ന പൈസ അയാൾ ബുക്ക് സ്റ്റോറിൽ നിന്നുള്ള ഇൻകം എന്ന് കാണിക്കും. ഓവർ ദി പീരിയഡ് അയാൾ അതിന് ടാക്സ് അടച്ച് വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഇറ്റ് വിൽ ബിക്കം വൈറ്റ് മണി. നമ്മുടെ റിയൽ ലൈഫിൽ നിന്ന് എക്സാമ്പിൾ തരാം. പല ആൾക്കാരും ഇത്തരത്തിൽ ബ്ലാക്ക് മണി ക്രിയേറ്റ് ചെയ്ത് സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താ? ആക്ച്വൽ റവന്യൂ ഒരു 10 കോടി ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഒരു 80 കോടി റവന്യൂ കിട്ടി എന്ന് പറഞ്ഞൊരു കണക്കുണ്ടാക്കി എന്ന് വിചാരിക്കുക. അയാള് ആ 70 കോടി ബ്ലാക്ക് മണി എടുത്തിട്ട് എന്താക്കും? വൈറ്റ് ആക്കി ആ 70 കോടിക്ക് എന്തടച്ചാൽ മതി? ടാക്സ് അടച്ചാൽ മതി. ഈ ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് ജനറലി എന്തെന്ന് പേര് വിളിക്കുക? മണി ലോണ്ടറിങ്. ഒബ്വിയസ്ലി ശരിയുള്ള ഒരു കാര്യമല്ലല്ലോ. ടാക്സ് കിട്ടി എന്ന് പറഞ്ഞ് ശരിയാന്ന് പറയരുത്. ടാക്സ് നമുക്ക് കിട്ടുക 10% അല്ലെങ്കിൽ 20% ആവും. ബാക്കി 80% അയാൾ ഉണ്ടാക്കിയത് എന്തിലൂടെയാണ്? ഇല്ലീഗൽ ആക്ടിവിറ്റീസിലൂടെയാണ്. ആ 80% ഗവൺമെന്റ് മണി തന്നെയാണ്. ബാക്കിയുള്ളത് 20% ടാക്സ് അടച്ചു എന്ന് പറഞ്ഞ് ഈ ചെയ്തത് നല്ലതാണെന്ന് അർത്ഥമില്ല. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഒരു പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് 2002 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ഒരു നിയമപ്രകാരമാണ് ആര് റോള് കളിക്കുന്നത്? ED, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഒപ്പോസിഷൻ മെമ്പേഴ്സ് എല്ലാം കറപ്ഷനിലൂടെയും അതേപോലെ ഇല്ലീഗൽ ആക്ടിവിറ്റീസിലൂടെ പൈസ ഉണ്ടാക്കി എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ ആണ് എക്സൈസ് പോളിസി ഉപയോഗിച്ചു എന്ന് പറയുന്നു. അപ്പൊ അയാൾ ഇല്ലീഗലാക്കി ഉണ്ടാക്കിയ പൈസ എലക്ഷന് ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ അവിടെ നടത്തിയ പ്രൊസീജിയർ എന്ന് പറയുന്നത് എന്താ? മണി ലോണ്ടറിങ് ആണ്. അപ്പൊ കേസ് എടുത്തിട്ടുള്ളത് PMLA, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് 2002 പ്രകാരമാണ്. അതിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ചുമതല എന്ന് പറയുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനാണ്. നിങ്ങൾ ഈ പരീക്ഷ പാസ്സായി നിങ്ങൾക്ക് IRS IT ഇന്ത്യ റവന്യൂ കിട്ടുകയാണെങ്കിൽ നിങ്ങളെ ഇതിലായിരിക്കും വർക്ക് ചെയ്യുക. ഈ ED-യിലൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും കേട്ടോ. എളുപ്പല്ലേ? ആ 130-ൽ എത്ര ശതമാനം ടാക്സ് ചെയ്യും? 10%. 130-ന്റെ 10% എന്ന് പറയുന്ന ആള് ഫാമർ. ഈ ഒരു ടോപ്പിക്കോട് കൂടി നമ്മുടെ എന്തിനെ കുറിച്ചുള്ള ഡിസ്കഷനെ കംപ്ലീറ്റ് തീർക്കാണ്. ഡയറക്റ്റ് ടാക്സിനെ കുറിച്ചുള്ള ഡിസ്കഷൻ നമ്മൾ തീർത്തു. ഡയറക്റ്റ് ടാക്സിൽ 3 ഇമ്പോർട്ടന്റ് ടാക്സുകൾ പറഞ്ഞു, എങ്ങനെയൊക്കെ ടാക്സ് വെട്ടിക്കുന്ന എന്നുള്ള കാര്യങ്ങളും പറഞ്ഞു അല്ലെ. ഇനി നമ്മുടെ ഡിസ്കഷൻ നമ്മൾ എന്തിലേക്ക് മൂവ് ചെയ്യാൻ പോവാണ്? ഇൻഡയറക്റ്റ് ടാക്സിലേക്ക് മൂവ് ചെയ്യണം. ഇൻഡയറക്റ്റ് ടാക്സിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് GST, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഈ GST കൊണ്ടുവന്നത് കൊണ്ട് നമുക്കൊരു ഗുണമുണ്ട്, എക്കണോമിക്സ് പഠിക്കുന്ന നിങ്ങൾക്കൊരു ഗുണമുണ്ട്. ഇതിന് മുന്നേ ആണെങ്കിൽ നിങ്ങൾക്ക് എക്സൈസ് ഡ്യൂട്ടി, വാറ്റ്, കസ്റ്റംസ് ഡ്യൂട്ടി, അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി, എന്റർടൈൻമെന്റ് ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ്, അങ്ങനെ കുറേ ടൈപ്പ് ടാക്സുകൾ സെപ്പറേറ്റ് പഠിക്കണമായിരുന്നു. ഇനിയിപ്പോ നിങ്ങൾക്ക് ആകെ ഒരൊറ്റ ടാക്സ് പഠിച്ചാൽ മതി. പഠിക്കുന്നത് നിങ്ങൾക്കും ഗുണമാണ്, പഠിപ്പിക്കുന്നത് എനിക്കും എളുപ്പമാണ്. കാര്യം മനസ്സിലായോ? അപ്പൊ നമ്മുടെ ഈ GST-യിലേക്ക് വരുമ്പോ GST എന്ന് പറയുന്ന ഒരു ടാക്സ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിന് മുന്നുള്ള ടാക്സേഷൻ എന്തെങ്കിലും ഒരു പ്രശ്നം വേണ്ട. മുന്നുള്ള ടാക്സേഷൻ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ട്. ആ ഇഷ്യൂ ആണ് എന്തിലേക്ക് നമ്മളെ ലീഡ് ചെയ്തിട്ടുള്ളത്? GST-യിലേക്ക് ലീഡ് ചെയ്തിട്ടുള്ളത്. ആ ഇഷ്യൂ എന്താണെന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ആ പ്രശ്നത്തിന്റെ പേരാണ് എന്തൊന്ന് വായിച്ച? കാസ്കേഡിങ് ഇഫക്റ്റ് ഓഫ് ടാക്സ് അല്ലെങ്കിൽ ടാക്സ് ഓൺ ടാക്സ്. എന്താണ് പ്രശ്നം? നമുക്ക് എക്സാമ്പിൾ വെച്ച് കാണാം. നിങ്ങൾ ടാക്സ് അടയ്ക്കുന്നതിന് മുകളിൽ വീണ്ടും ടാക്സ് ചെയ്ത് അതിന് മുകളിൽ വീണ്ടും ടാക്സ് ചെയ്ത് അൾട്ടിമേറ്റ്ലി you have to pay a very high amount for a goods or a
സർവീസസ്. ഈ ഒരു പ്രശ്നം, നിങ്ങളിപ്പോ ഒരു കൊമോഡിറ്റി വാങ്ങുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് എന്താ? പൈസ കുറവിൽ കിട്ടണം, അല്ലെങ്കിൽ നിങ്ങളുടെ മുകളിലുള്ള ടാക്സിന്റെ ബേർഡൻ കുറവാവണം. ആ ബേർഡൻ കുറവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് GST കൊണ്ടുവന്ന്. എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത് എന്ന് നമ്മളൊരു 2 എക്സാമ്പിളുകളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കി. ഈ എക്സാമ്പിളിന്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. നമ്മൾ ഇവിടെ ടാക്സ് ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണ് നോക്കിയേ. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അതിന്റെ സെല്ലിംഗ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യും. ആ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ SP നെയാണ് GSTക്ക് മുന്നിലുള്ള ടാക്സേഷനിൽ നമ്മൾ ടാക്സ് ചെയ്യേണ്ടത്. ബിഫോർ GST വി ആർ യൂസ്ഡ് ടു ടാക്സ് അറ്റ് ദി സ്റ്റേജ് ഓഫ് സെല്ലിംഗ് പ്രൈസ്. ഇപ്പൊ സെല്ലിംഗ് പ്രൈസിന് ടാക്സ് ചെയ്ത എന്താ പ്രശ്നം? ഈ എക്സാമ്പിളിൽ നിന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഐ റിപ്പീറ്റ് ദി എക്സാമ്പിൾ അഗൈൻ. എ ഈസ് എ ഫാമർ who is producing a commodity called wheat. Farmer selling wheat to the bakery owner. ഒരു ബേക്കറി ഓണറിന് വീറ്റ് സെല്ല് ചെയ്യാണ്. അപ്പൊ വീറ്റ് സെല്ല് ചെയ്ത് ബേക്കറി ഓണർ ആ വീറ്റിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? ബ്രെഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ബേക്കറി സെല്ല് ചെയ്യുന്ന ബ്രെഡ് നിങ്ങൾ ഓരോരുത്തരും മേടിക്കുകയാണ്, കൺസ്യൂമർ. ഓക്കെ ആണോ? ഇതുവരെ പ്രശ്നമില്ലല്ലോ. ഇനി എങ്ങനെയാണ് ആ ടാക്സേഷൻ പ്രൊസീഡ് ചെയ്യുന്നതെന്ന് നോക്കിയേ. ഫാമർ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. അയാൾ അതിന് പ്രത്യേകിച്ച് ഇൻപുട്ട് ഇവിടെ വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ, 0. അപ്പൊ അയാളുടെ സെല്ലിംഗ് പ്രൈസ്, വീറ്റിന്റെ പ്രൈസ് ആണ് 100 രൂപ. ഒബ്വിയസ്ലി അതിൽ എന്ത് വരും? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫൈനൽ പ്രൈസ് എന്ന് പറയുന്നത് എന്താ? പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൈസ് പ്ലസ് ഇൻഡയറക്റ്റ് ടാക്സസ് മൈനസ് സബ്സിഡി അല്ലെ. അപ്പൊ ഇവിടുത്തെ ഇൻഡയറക്റ്റ് ടാക്സ് എത്ര ശതമാനം? 10%. ഇപ്പൊ സെല്ലിംഗ് പ്രൈസ് 100ന്റെ 10% എന്ന് പറയുന്നത് 10 rupees. ഇപ്പൊ ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? സെല്ലിംഗ് പ്രൈസ് 100 പ്ലസ് ടാക്സ് 10. എത്ര രൂപ? 120 രൂപ. എന്ത് 120 rupeesന്റെ ഇമ്പോർട്ടൻസ്? ഫാർമറിൽ നിന്ന് ബേക്കറിക്കാരൻ വീറ്റ് വാങ്ങുമ്പോൾ ബേക്കറിക്കാരൻ പേ ചെയ്യുന്ന പൈസയാണ് എത്ര? 120 rupees. ശരിയാണ്? സോറി 110. 100 + 10 110. ശരിയാണോ എന്ന് നോക്കി. ഇവിടെ എഴുതിയിട്ടുള്ള വിൽ ബൈ അറ്റ്, ബേക്കറി ഓണർ ബൈ അറ്റ് 110. ഓക്കെ ആണല്ലോ. ഇയാള് ഈ വീറ്റിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ബ്രെഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഒബ്വിയസ്ലി അയാൾ കുറെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ എന്ത് കൊടുക്കണം? ഫാക്ടർ പേയ്മെന്റ് കൊടുക്കണം. എത്ര രൂപയാണ് പുള്ളി ഫാക്ടർ പേയ്മെന്റ്? സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫാക്ടർ പേയ്മെന്റിൽ പ്രോഫിറ്റ് മാത്രം എടുക്കും. ഇയാൾ ഇവിടെ ആഡ് ചെയ്യുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20 rupees. അപ്പൊ ടോട്ടൽ എത്രയായി? ഇൻപുട്ടിന് 110. ഇതുവരെ പ്രശ്നമില്ലല്ലോ. ഇൻപുട്ട് വീറ്റിന് 110. വീറ്റിനെ ബ്രെഡ് ആക്കി മാറ്റിയപ്പോ അയാൾ ആഡ് ചെയ്ത പൈസ എത്രയാണ്? 20. ടോട്ടൽ എത്രയാണ് സെല്ലിംഗ് പ്രൈസ്? 130. ഇതുവരെ പ്രശ്നമില്ലല്ലോ. പഴയ ടാക്സിൽ എന്തിനാ ടാക്സ് ചെയ്യുന്നത്? സെല്ലിംഗ് പ്രൈസിന്. 130യുടെ 10% എത്രയാ? ടാക്സ് എന്ന് പറയുന്നത് 130 × 10%. എത്ര മക്കളെ? 13. ഇപ്പോ ഈ 130 സെല്ലിംഗ് പ്രൈസും അതിനോടൊപ്പം ടാക്സും കൂടി ആഡ് ചെയ്തതിന് എത്ര വരും? 143. ഇത്ര ചിന്തിച്ചാൽ മതി. പഴയ ടാക്സിൽ നിങ്ങൾ ഈ ഒരു പാക്കറ്റ് ബ്രെഡ് മേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര രൂപയാണ് സ്പെൻഡ് ചെയ്യുന്നത്? 143 രൂപ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. കണ്ട കാര്യം എന്ന് പറയുന്നത് ഫാർമറിൽ നിന്ന് വീറ്റ് വാങ്ങുമ്പോൾ ഒരു ടാക്സ് ഉണ്ട്. ആ ടാക്സും കൂടി ആഡ് ചെയ്ത പൈസേനെയാണ് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നത്? ടാക്സ് ചെയ്യുന്നത്. ടാക്സിന് മുകളിൽ വീണ്ടും ടാക്സ് ചെയ്യും. ആ ടാക്സിന് മുകളിൽ വീണ്ടും ടാക്സ് ചെയ്യും. വാട്ട് വിൽ ഹാപ്പൻ? ഇൻഫ്ലേഷൻ. പോയിന്റ് നമ്പർ 1. പ്രൈസ് ഓഫ് കൊമോഡിറ്റി വിൽ ഇൻക്രീസ്. ടാക്സ് ബേർഡൻ വിൽ ഇൻക്രീസ്. ഇതൊരു പ്രശ്നമല്ലേ? അടുത്തൊരു ടെക്നിക്ക് കൊണ്ടുവന്നു. GSTയിൽ ഉപയോഗിക്കുന്ന പുതിയൊരു ടെക്നിക്ക്. എന്താ അതിന്റെ പേര് വിളിക്കുക? ഞാൻ എക്സ്പാൻഷൻ എഴുതാണ്. വാല്യൂ ആഡഡ്. എന്താ പേര്? വാല്യൂ ആഡഡ് ടാക്സ്, വാറ്റ്. എന്തായിരിക്കും രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഓൾഡ് ടാക്സ് റെജീമില് സെല്ലിംഗ് പ്രൈസിനെയാണ് ടാക്സ് ചെയ്തത്. GST റെജീമിൽ നമ്മൾ എന്തിനെയാണ്? ഓരോ സ്റ്റേജിലും എത്രയാണോ വാല്യൂ അഡീഷൻ നടത്തുന്നത് ആ വാല്യൂ അഡീഷനെയാണ് ടാക്സ് ചെയ്യുന്നത്. ഈ വാല്യൂ അഡീഷൻ എന്ന വാക്ക് മുന്നേ എവിടെയെങ്കിലും കേട്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? GDP
പ്രൊഡക്റ്റ് മെത്തഡ് കാൽക്കുലേഷൻ അല്ലെ. ഓരോ സ്റ്റേജിലുള്ള വാല്യൂ അഡീഷൻ ആഡ് ചെയ്യുന്നതാണ് എന്ത്, GDP വാല്യൂ അഡീഷൻ. ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്തെന്നുള്ളൂ കേട്ടോ. അപ്പൊ വാല്യൂ അഡീഷൻ ടാക്സ് ചെയ്യുമ്പോൾ ഫൈനലി നിങ്ങൾ എത്ര പൈസ അടയ്ക്കണം എന്ന് സ്റ്റാർട്ട് ചെയ്യുക. വീണ്ടും വാല്യൂ അഡീഷൻ കാണണമെങ്കിൽ നമുക്ക് എന്തറിയണം, ഇൻപുട്ട് എത്രയാണെന്ന് അറിയണം അല്ലെ. ഫാർമറുടെ ഇവിടുത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് എത്രയാ മക്കളെ, 0. ഇനി മുന്നേ പ്രത്യേകിച്ച് ഒന്നും ഞാൻ എഴുതിയിട്ടില്ലല്ലോ, ഇൻപുട്ട് 0. അപ്പൊ ഇവിടുത്തെ വാല്യൂ അഡീഷൻ എത്രയാ, വി എന്ന് എഴുതിക്കോട്ടെ. വാല്യൂ അഡീഷൻ എന്ന് പറയുന്നത് ഇവിടെ 100 rupees. നമ്മൾ ആരെയാ ടാക്സ് ചെയ്യുന്നത്, വാല്യൂ അഡീഷന്. 100 rupeesന് 10% ടാക്സ് 10 rupees. ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ വീറ്റ് ബേക്കറി ഓണർ മേടിക്കുന്നത് എത്ര രൂപയ്ക്കായിരിക്കും, 100 + 10. ഓക്കെ ആണോ എഴുതിയിട്ടുള്ളത്, വിൽ ബൈ അറ്റ് 110. ഇയാള് ആ വീറ്റിനെ എന്താക്കി മാറ്റി, ബ്രെഡ് ആക്കി മാറ്റി. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാ, 20. നമ്മളിവിടെ 110 + 20 130 ടാക്സ് ചെയ്യാൻ പോണത്, 20 ടാക്സ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ 110 എന്ന് പറയുന്നത് എന്ത് കോസ്റ്റ് മക്കളെ, ഈ വാക്കുകൾ മറക്കരുത് കേട്ടാ. ഇവിടെ 110 എന്ന് പറയുന്നത് എന്താ, വീറ്റ് വാങ്ങാൻ വേണ്ടി ബേക്കറിക്കാരൻ ചെലവാക്കിയ പൈസ. എന്തെന്ന് പേര് വിളിക്കാം, ഇൻപുട്ട് കോസ്റ്റ്. അതിനോടൊപ്പം അയാള് എന്ത് ചേർക്കാണ്, വാല്യൂ അഡീഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് 20 രൂപ ചേർക്കാണ്. നമ്മളെ ആരെ ടാക്സ് ചെയ്യാൻ പോകുന്നത്, വാല്യൂ അഡീഷനെ മാത്രം. വാല്യൂ അഡീഷൻ 20, അതിന്റെ 10% ടാക്സ് ചെയ്തു. 0 പോയി 0 പോയി 0 പോയി, എത്രയെന്ന് കിട്ടി. അപ്പൊ നമ്മള് ബ്രെഡ് മേടിക്കുന്ന പൈസ എത്രയായിരിക്കും, ശ്രദ്ധിച്ചു നോക്ക്. ഇൻപുട്ട് കോസ്റ്റ് അയാള് വീറ്റ് വാങ്ങിയ പൈസ പ്ലസ് അയാള് നടത്തിയിട്ടുള്ള വാല്യൂ അഡീഷൻ എത്രയാ, 20 രൂപ. വാല്യൂ അഡീഷന്റെ ടാക്സ് എത്ര രൂപ. ഇനി റിപ്പീറ്റ്, വാട്ട് ഈസ് ദി അഡ്വാൻറ്റേജ് ഓഫ് ദിസ് ന്യൂ ടെക്നിക്സ്. പഴയ ടാക്സ് റെജീമിൽ നിങ്ങൾ ഒരു പാക്കറ്റ് ബ്രെഡിന് 143 രൂപ പേ ചെയ്തപ്പോ പുതിയ ടാക്സ് റെജീമിലോ 132 rupees. മനസ്സിലാവുന്നുണ്ടോ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദി പെർസ്പെക്റ്റീവ് ഓഫ് കൺസ്യൂമേഴ്സ്. യുവർ ടോട്ടൽ പ്രൈസ് വിൽ ഡിക്രീസ് ആൻഡ് യുവർ ടാക്സ് ബേർഡൻ വിൽ ഡിക്രീസ്. ഇവിടെ ഒരു പുതിയൊരു കാര്യം കൂടി പറഞ്ഞു തരട്ടെ ഞാൻ, എന്താണെന്ന് പുതിയൊരു കാര്യം കൂടി ജസ്റ്റ് മനസ്സിലാക്കുക, ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണ്ട കേട്ടോ. നമ്മൾ ഇവിടെ GSTയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്, നോക്കിയേ. ഈ കാണുന്ന ബേക്കറിക്കാരൻ ഗവൺമെന്റിന്റെ GSTയിൽ രജിസ്റ്റർ ചെയ്യണം. എല്ലാ കടകളുടെ മുന്നിൽ GST നമ്പർ എന്ന് പറഞ്ഞൊരു നമ്പർ കാണാറില്ലേ, ഓക്കെ അല്ലേ. അതുപോലെ ഈ ഫാർമർ ആണെങ്കിൽ ഈ എക്സാമ്പിളിൽ A എന്ന് പറയുന്ന ആളും GSTയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കും. നമ്മൾ ഓരോ സ്റ്റേജിലും ഇൻപുട്ടിന് നമ്മൾ എത്രയാണോ ടാക്സ് അടച്ചിട്ടുള്ളത് അത് നമുക്ക് റിട്ടേൺ കിട്ടും. ഇയാൾ ഇവിടെ എത്ര രൂപയാണ് ടാക്സ് അടച്ചിട്ടുള്ളത്, B എന്ന് പറയുന്ന ആള് 110 രൂപയല്ലേ ഇവിടെ ടാക്സ് വരുന്നത്, വാല്യൂ അഡീഷൻ. ഈ 110 രൂപ ഇയാൾക്ക് എന്ത് കിട്ടും, ഒരു വാക്ക് ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ, ഇത് മനസ്സിലാക്കണം എന്ന് നിർബന്ധമില്ല, ഐ എം ജസ്റ്റ് റെഫറിങ്. അയാൾക്ക് എന്ത് കിട്ടും, ടാക്സ് റിട്ടേൺ കിട്ടും. ഭാവിയിൽ GST ഫയൽ ചെയ്യുകയാണെങ്കിൽ ടാക്സ് റിട്ടേൺ ഇയാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ഉപയോഗം എന്ന് പറയുന്നത്, 110 എന്ന് പറയുന്നത് ആക്ച്വലി ഇയാൾക്ക് എത്രയാണ് ബേർഡൻ ഉണ്ടാവുള്ളൂ, 100 rupees ആണ് ബേർഡൻ ഉണ്ടാവുള്ളൂ. ഇതുവരെ ഓക്കെ ആണോ. ഇനി 100 rupeesനോടൊപ്പം വാല്യൂ അഡീഷൻ 20 പ്ലസ് വാല്യൂ അഡീഷന്റെ 2 എത്ര രൂപ, 120. ഫൈനൽ കൺസ്യൂമറിനുള്ള എന്താണ് ഇവിടുത്തെ കണ്ടീഷൻ, പക്ഷേ B എന്ന് പറയുന്ന ആള് ആരില് രജിസ്റ്റർ ചെയ്യണം, ഗവൺമെന്റിന്റെ GSTയിൽ രജിസ്റ്റർ ചെയ്യണം. GSTയിൽ രജിസ്റ്റർ ചെയ്ത് എന്താ അഡ്വാൻറ്റേജ്, അയാള് ഇൻപുട്ടിൽ എന്തെങ്കിലും ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ ആ ടാക്സ് ഗവൺമെന്റ് തിരിച്ചു കൊടുക്കും. ആ തിരിച്ചു കൊടുക്കുന്നതിന് എന്തെന്ന പേര് വിളിക്കുക, ടാക്സ് റിട്ടേൺ എന്ന് പറയും. ആ പൈസ തിരിച്ചു കൊടുത്താൽ എന്താണ് ഗുണം, ഫൈനൽ കൺസ്യൂമർ നമ്മൾ അടയ്ക്കുന്ന പൈസ ഒന്നുകൂടി കുറയും. ദിസ് ഈസ് ദി മോഡിഫിക്കേഷൻ ബിറ്റ്വീൻ വാറ്റ് ആൻഡ് GST. വാറ്റിൽ എന്തില്ല, ടാക്സ് റിട്ടേൺ ഉള്ള. GSTയിലേക്ക് വരുമ്പോൾ എന്താണ് ഗുണം, ഇതുകൊണ്ടാണ് ഗവൺമെന്റ് പറയുന്നത് എല്ലാ കടക്കാരും നിർബന്ധമായിട്ട് എന്തിൽ രജിസ്റ്റർ ചെയ്യണമെന്ന്, GSTയിൽ രജിസ്റ്റർ ചെയ്യണം. GSTയിൽ രജിസ്റ്റർ ചെയ്തതിന് കടക്കാരന് ഇതിൽ വല്ല ഗുണമുണ്ടോ, അൾട്ടിമേറ്റ്ലി കടക്കാരന് ഗുണമില്ല. ഇയാളിപ്പോ 100 അടച്ചാലും 110 അടച്ചാലും ഫൈനൽ ആരെന്നെ അടയ്ക്കുന്നത്, കൺസ്യൂമർ നമ്മളാണ് അടയ്ക്കുന്നത്. കടക്കാരന് ഗുണമില്ല, പക്ഷെ അയാൾ ചെയ്ത അതിന്റെ ഫൈനൽ ഗുണമായിരിക്കാം നിങ്ങൾ ഓരോരുത്തരും. കടക്കാരൻ ഇത് ചെയ്യില്ല പലപ്പോഴും. വായ് എന്തായിരിക്കും കടക്കാരൻ ചെയ്യാത്ത, അവൻ ചെയ്ത എല്ലാ ട്രാൻസാക്ഷനും ഗവൺമെന്റിൽ ഫയൽ ചെയ്യണം. അവൻ 10 പ്രൊഡക്റ്റ് വിറ്റാച്ച 10 പ്രൊഡക്റ്റിന് അയാൾക്ക് എന്ത് കിട്ടും,
ഈ പറയുന്ന ടാക്സ് റിട്ടേൺ കിട്ടണ്ടേ? അപ്പൊ 10 പ്രൊഡക്റ്റ് വിറ്റിട്ടുണ്ടെങ്കിൽ 10 എന്ന് അവൻ കാണിക്കണം. 20 പ്രൊഡക്റ്റ് വിറ്റാലോ 20 എന്ന് അവൻ കാണിക്കണം. 10 പ്രൊഡക്റ്റ് വിറ്റ് അവൻ 4 പ്രൊഡക്റ്റ് വിറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ GST 6 എണ്ണത്തിൽ അടിച്ചാലോ അവന് ലാഭല്ലേ? ഇതാണ് ആക്ച്വലി നടക്കുന്നത്. തിയറി പ്രകാരം GST എന്ന് പറയുന്നത് വളരെ നല്ലൊരു ടാക്സേഷനാണ്. എന്താണ് ഗുണം? 143 ആയത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എത്രയിൽ കിട്ടണം? 143 ആയിരുന്ന ബ്രെഡിന്റെ പൈസ നിങ്ങൾക്ക് എത്രയിൽ കിട്ടും? 122 രൂപയിൽ കിട്ടും. എപ്പോ? ബേക്കറിക്കാരൻ കൃത്യമായി GST രജിസ്റ്റർ ചെയ്ത് അയാൾക്ക് ടാക്സ് ക്രെഡിറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ എന്ത് കുറയും? ടാക്സ് ബേർഡൻ അല്ലെങ്കിൽ കുറയും. പലപ്പോഴും ടാക്സ് വെട്ടിപ്പ് അവർ നടത്തുന്നത് കൊണ്ട് അല്ലെങ്കിൽ കൃത്യമായി രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ 122 പകരം എത്ര അടയ്ക്കേണ്ടി വരുന്നത്? 132. ജസ്റ്റ് മനസ്സിലായോ? എന്തൊക്കെയോ ഗുണമുണ്ട് എന്ന് മനസ്സിലായില്ലേ GST? അത്ര മതി. അപ്പൊ നമുക്ക് എന്തിലേക്ക് പതുക്കെ കിടക്കാം? വാറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്തൂടാ. വൈ GST? നമ്മൾ ഇത് എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യുന്നത്? വാട്ട് ആർ ദി റീസൺസ് ലെഡ് ടു GST? വാട്ട് ഈസ് GST? അഡ്വാൻറ്റേജ് ഓഫ് GST, ഡിസഡ്വാൻറ്റേജ് ഓഫ് GST. ഈ പാറ്റേണിന്റെ പ്രത്യേകത ഒരു മെയിൻസ് ആൻസർ എങ്ങനെ എഴുതാം ആ ഒരു രീതിയിലാണ് ഞാൻ ഈ ടോപ്പിക് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. GST എന്ന് പറയുന്ന ടാക്സ് കൊണ്ടുവരാനുള്ള കാരണം എന്താണ്? GSTയുടെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്. ഓക്കെ ആണോ? അതിനൊപ്പം ഞാൻ എന്തും കൂടി പറയും, ടാക്സേഷനുമായി ബന്ധപ്പെട്ട റീസെന്റ് ഡേയ്സിലുള്ള 1-2 റിഫോംസും കൂടി പറഞ്ഞ് ചാപ്റ്റർ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യും. PYQ. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായി. വൈ വി ഇൻട്രൊഡ്യൂസ്ഡ് GST? ഡ്യൂ ടു ദി കാസ്കേഡിങ് എഫക്റ്റ് അല്ലെ? പ്രീവിയസ് ടാക്സ് റെജീമില് കാസ്കേഡിങ് എഫക്റ്റ് ഉണ്ട്. സോ ഫൈനൽ പ്രൊഡക്റ്റ് വിൽ ബി കോസ്റ്റ്ലിയർ. So GST will reduce the price. GST will reduce the price. Second one, multiplicity of indirect tax. Explain ചെയ്യാം. ഞാനൊരു ഡയഗ്രാം കാണിക്കാം. നോക്കി ഡയഗ്രാം. GST എന്ന് പറയുന്ന ടാക്സേഷൻ കൊണ്ടുവന്നപ്പോൾ ആ ടാക്സേഷനിൽ എന്താണ് ഇൻക്ലൂഡഡ് ആയി പോയിട്ടുള്ള ടാക്സുകളാണ്. GSTക്ക് മുന്നാണെങ്കിൽ ജസ്റ്റ് കൺസിഡർ ചെയ്യും, ഒരു കൺസ്യൂമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റ് ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഫുഡ് കഴിച്ചാൽ CGST, GST എന്ന് പറഞ്ഞ ഒരു കാര്യം മാത്രമേ എഴുതിയിട്ടുണ്ടാവുള്ളൂ. പണ്ടാണെങ്കിൽ അതിലൊരു സീരീസ് ഓഫ് ടാക്സിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടാവും. നമുക്ക് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടായിരിക്കും. ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസേഴ്സിന് ഫയൽ ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നോക്കിയേ, ഇതിൽ തന്നെ കാണാം, ഇതിൽ വളരെ കുറച്ച് എഴുതിയിട്ടുള്ളൂ കേട്ടാ. ഇതിൽ തന്നെ നോക്കിയേ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 തരം ഈ ടാക്സുകളെല്ലാം കൂടി ചേർത്തിട്ടാണ് പകരം എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? ഒറ്റ ടാക്സ് കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായിരിക്കും ഗുണം? പഠിക്കുന്ന നിങ്ങൾക്ക് എന്താ ഗുണം? ഈ 12 ടൈപ്പ് ടാക്സ് ഇനി പഠിക്കണ? ഒറ്റ ടാക്സ് പഠിച്ചാൽ മതി. അതന്നെയാണ് പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി. ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് ഈസിയർ ഫോർ ടാക്സ് ഫയൽ ആയിരിക്കും, ഈസി ടാക്സ് റിട്ടേൺ ആയിരിക്കും. ഓക്കെ ആണോ? പ്രശ്നമില്ലല്ലോ. 12 അല്ലാട്ടാ, ഇനിയും ഉണ്ട്. ഇതിലെന്തൊക്കെയാണ്? സെന്റർ ചുമത്തിയിരുന്ന ഇൻഡയറക്റ്റ് ടാക്സുകളാണ് ഇത്. സ്റ്റേറ്റ് ചുമത്തിയിരുന്ന ഇൻഡയറക്റ്റ് ടാക്സുകളാണ്. വെറുതെ വായിച്ചോട്ടെ പിന്നീട്. ഇതൊന്നും ഇപ്പൊ ഇല്ല. ഇതിന് പകരമാണ് എന്തിനെ കൊണ്ടുവന്നിട്ടുള്ളത്? GST കൊണ്ടുവന്നിട്ടുള്ളത്. അതാണ് ആ പോയിന്റിന്റെ എക്സ്പ്ലനേഷൻ.